മരിച്ചുപോയ ചിക്കൻ, ആ മരിച്ചുപോയ ചിക്കൻ്റെയൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എനിക്കിതാ. എല്ലാ ചിക്കൻ്റെ ഓരോന്നിനും തരികയാണെങ്കിൽ ഞാൻ ഓരോന്നിനും മേടിച്ചോളാം. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് നടത്താൻ നേരത്തെ നമ്മൾ ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പൊതുവേ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ വെൻഡേഴ്സ് വരും, എല്ലാ സെഗ്മെൻറ്റിലുള്ള വെൻഡേഴ്സ് വരും. നമ്മുടെ ഒരു നോൺ വെജ് ആണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അപ്പം നോൺ വെജിൻ്റെ വെൻഡേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിനെ കാര്യം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 8 years ബാക്ക്. ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചിക്കന് വേണ്ടിയിട്ടൊരു വെൻഡർ വന്നു. അപ്പം ഞങ്ങളുടെ പ്രൈസിങ് കമ്പാരിറ്റീവ്ലി നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 20 rupees അൽഫാമിനൊക്കെ ആ സമയത്ത് കൂടുതലായിരുന്നു. നമ്മുടെ സെയിം സ്റ്റാൻഡേർഡ് ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ ഒബ്വിയസ്ലി സെയിം ആംബിയൻസ് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സിൽ ചിലപ്പോൾ നമ്മളൊരു 10 rupees കുറവായിരിക്കാം. ബട്ട് അതർവൈസ് നോർമൽ ലേമാൻസ് ആംഗിൾ നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ ഒരു അൽഫാം മേടിച്ചിട്ട് പോകുന്ന ഒരു കടയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 10-20 രൂപ കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചീസിൻ്റെ അൽഫാമാണ് കൊടുക്കുന്നത്. നമുക്ക് വേറെ അൽഫാംസ് ഒന്നുമില്ല, ചീസിൽ മാരിനേറ്റ് ചെയ്യുന്ന അൽഫാം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചിക്കനും ബീഫൊക്കെ ഡീൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ കോമ്പീറ്റ് ചെയ്യണ്ടേ, അപ്പം പ്രൈസിംഗ് ഒക്കെ ഞാൻ നിങ്ങളുടെ പ്രൈസിംഗ് ഒക്കെ കണ്ടായിരുന്നു, എനിക്ക് ഇതിനേക്കാളൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും, അപ്പം കോമ്പീറ്റഡ് റേറ്റിൽ ചിക്കനൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞു, എത്ര കോമ്പീറ്റിംഗ് റേറ്റിൽ നിങ്ങൾക്ക് ചിക്കൻ തരാൻ പറ്റും? കാരണം ഞാൻ ചിക്കൻ എടുത്തുകൊണ്ടിരുന്നത് തന്നെ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്നാണ്. അവർ കോർപ്പറേറ്റ്സിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആളുടെ നിന്ന് തന്നെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിലായിരുന്നു. മേ ബി ചെറിയ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും, അതർവൈസ് ഐ യൂസ് ടു ഗെറ്റ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവർ പറഞ്ഞു, നല്ല കോമ്പീറ്റിംഗ് റേറ്റിൽ തരാം സാറ്, കാണുന്നില്ല ഇന്ന ആൾക്കാർക്ക് ഇത്ര വിലയ്ക്കൊക്കെയല്ലേ വിൽക്കുന്നത്. അപ്പോൾ ഞാൻ എത്ര പ്രൈസിന് തരാൻ പറ്റും? ഒരു 40 രൂപ 50 രൂപ കിലോക്കൊക്കെ തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് പ്രിവെയിലിംഗ് റേറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഷുഡ് ബി അറൗണ്ട് 120 rupees ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ലൈവ് ബേർഡിൻ്റെ ആ സമയത്തുള്ള പ്രൈസിങ് 40 rupees എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഫിനോമിനലി ലെസ്. അപ്പം ഞാൻ വളരെ സിൻസിയറായിട്ട് നമുക്ക്, കാരണം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ പുതിയതായിരുന്നു, അപ്പോൾ എനിക്കും വലിയധികം ഇതിനെപ്പറ്റി നോളജ് ഇല്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം പോയത്, എന്താണോ ഇത്രയധികം റേറ്റ് മറ്റുള്ളവർ മേടിക്കുന്നത്, ഇയാളെന്ത് ഇത്രയും കുറച്ച് തരുന്നത്? അപ്പോൾ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ 40 രൂപയ്ക്ക് ഇത് തരുന്നതെന്നും, ഹൗ ഡു യു ഗിവ് ഇറ്റ് സച്ച് എ സ്മോൾ പ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭയങ്കര, എനിക്കിപ്പോഴും അയാളുടെ മുഖം ഓർമ്മയുണ്ട്, അയാളൊരു രസകരമായ ഒരു രീതിയിലാണ് പുള്ളി എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തത്. പുള്ളി പറഞ്ഞു, സാറേ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണല്ലോ ഇപ്പം കൂടുതൽ ചിക്കനൊക്കെ വരുന്നത്, അപ്പം ഈ വരുന്ന വഴി കുറേയധികം ലോഡുകൾ ചിക്കൻ വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ചിക്കൻ ഒരു ദിവസം വരുന്നുണ്ട്. അതിൽ വരുന്ന വഴി കുറച്ച് ചിക്കനൊക്കെ ഒന്ന് വണ്ടിയിലിരുന്ന് ഇത്തിരി ശ്വാസം മുട്ടി കഴിയുമ്പോൾ അതുങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മരിച്ചു പോകും. നമ്മളും കൊന്നിട്ടൊക്കെ തന്നെയല്ലേ സാറേ, ഇതിന് കൊന്നിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു മാർക്കറ്റുണ്ട്, സാറിന് വേണമെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം കേട്ടപ്പം ഇയാളെ തമാശ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്. അപ്പം ഞാനതിനൊരു ഉത്തരം കൊടുത്ത്, ഞാനും പുള്ളിക്ക് രസകരമായൊരു ഉത്തരം കൊടുത്തു. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, അവരുടെ ടേംസിൽ മരിച്ചുപോയ ചിക്കൻ, ആ മരിച്ചുപോയ ചിക്കൻ്റെയൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എനിക്കിതാ. എല്ലാ ചിക്കൻ്റെ ഓരോന്നിനും തരികയാണെങ്കിൽ ഞാൻ ഓരോന്നിനും മേടിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞ ഒരു തമാശ രീതിയിൽ അവരെ കളിയാക്കി വിട്ടു. സോ വാട്ട് ഐ മീൻ ടു സേ ഈസ്, ഇങ്ങനെയും ഒരു മാർക്കറ്റ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പണ്ട് ഇത് പറഞ്ഞപ്പം പലപ്പോഴും ആൾക്കാർ മേ ബി നമ്മുടെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾക്ക് മുമ്പാണ് നമുക്ക് കാണാൻ പറ്റും ടി വിയിലും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഈ ചത്ത ചിക്കൻ വരുന്ന കാര്യവും, പിന്നെ അല്ലെങ്കിൽ ചീഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബീഫിനെ കുറിച്ചൊക്കെ പല ഹോട്ടലുകളും മേടിച്ച ഡീറ്റെയിൽസ് സഹിതം പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്റ്റ് ആ ഒരു ആഡിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു പത്രങ്ങളിലൊക്കെ വന്ന ആ ഒരു ഇൻഫർമേഷൻ ശേഷം എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി എൻ്റെ പഴയ കുറേ കസ്റ്റമേഴ്സ് തിരിച്ചു വന്നു. കാരണം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അക്സെപ്റ്റബിൾ അല്ലായിരുന്ന ഇന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നൊരു ചരിത്രമുണ്ട്. സോ ഇതൊരു എനിക്ക് എൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഒരാൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കാര്യങ്ങളൊന്നിതാണ്,